السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. സ്നേഹാദരങ്ങൾ നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഈ നാടിലെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങൾ, സഹോദരിമാർ, വളരെ പ്രാധാന്യപൂർവം ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അയ്യൂബ് സഖാഫിയെ സ്മരിച്ചും അവരുടെ ബർസഖി ലോകത്തെ ജീവിത സന്തോഷം കൊതിച്ചും സംഘടിപ്പിക്കപ്പെട്ട മജ്‌ലിസാണിത്. ഇതിൽ നമുക്ക് ഒരുപാട് ആലോചനകളും ചില തിരിച്ചറിവുകളും നൽകുന്നു എന്നതാണ് ആമുഖമായി പറയാനുള്ളത്. പലപ്പോഴും പലരായി നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാറുണ്ട്. ആ പിരിഞ്ഞു പോയവർക്കെല്ലാം ഒരുപക്ഷെ അവരുടെ കുടുംബാംഗങ്ങൾ പാരത്രിക മോക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ വീടകങ്ങളിൽ, കുടുംബങ്ങളിൽ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നുണ്ടാകും. എന്നാൽ ആ കുടുംബങ്ങളെ പോലെ മറ്റൊരു കുടുംബമായി ഹൃദയം അവരോട് ചേർത്തു വെച്ചുകൊണ്ട് ആത്മബന്ധം പ്രകടിപ്പിച്ചുകൊണ്ട് ചില ആളുകൾക്ക് സന്തോഷമായി ലഭിക്കുന്നതാണ് സംഘടനാ കുടുംബത്തിലെ ഇതുപോലെയുള്ള സദസ്സുകൾ. ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് തന്റെ നെസബയെ ചേർത്തു വെച്ചുകൊണ്ടുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ചില ആളുകൾക്ക് മാത്രം സാധിച്ചെടുക്കാവുന്ന വലിയ ഒരു ബന്ധമാണ് സംഘടനാ വഴിയിലൂടെ ചലിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായും നേരത്തെ ഇവിടെയുള്ള സംസാരങ്ങൾ ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായും എന്നെക്കാൾ കൂടുതൽ അയ്യൂബ് സഖാഫിയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ സംസാരിച്ചവരും ഈ സംസാരം കേൾക്കുന്നവരും. അവർക്ക് ബോധ്യമുണ്ട് തന്റെ പരിമിതമായ ജീവിത കാലയളവിന്റെ ഉള്ളിൽ ഭൗതികപരമായ
വലിയ സ്ഥാനമാനങ്ങൾ ഒരുപക്ഷെ നേടിയില്ലെങ്കിലും സാമ്പത്തികമായ തലങ്ങളിൽ അഭിവൃദ്ധി ആർജിച്ചിട്ടില്ലെങ്കിലും അതെല്ലാം ഉള്ള പലർക്കും സാധ്യമാകാത്ത ചില സമ്പാദ്യം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അയ്യൂബ് സഖാഫി നേടിയിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടതു മുതലുള്ള പലരുടെയും അനുഭവമാണ്. അത് പണം കൊടുത്താൽ ലഭ്യമാകുന്ന സമ്പാദ്യമല്ല, അധികാരം പ്രയോഗിച്ചും സാധിക്കുന്നതല്ല. മറിച്ച് ഒരു വ്യക്തിയുടെ വിനയാന്യുതമായ ജീവിതം, വിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനത്തിന്റെ വഴിയിൽ തിരിച്ചു ലഭിക്കുന്ന വലിയ സമ്പാദ്യം, അതാണ് യഥാർത്ഥത്തിൽ ഈ സദസ്സടക്കം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഓരോ ഗ്രാമങ്ങളിലും ഓരോ കുടുംബങ്ങളിൽ നിന്നും കടിഞ്ഞു പോകുന്നവർ അവർ ഒരുപക്ഷേ കുറഞ്ഞ നാളുകളെ കൊണ്ട് അവരുടെ ഓർമ്മകൾ അവസാനിക്കും. അതേസമയം ഇങ്ങനെയുള്ള ചില വ്യക്തികൾ അവർ ചുരുങ്ങിയ കാലം കൊണ്ട് ഓർമ്മകൾ അവസാനിപ്പിക്കുന്നവരല്ല, ചില ബാക്കി പത്രങ്ങൾ അവശേഷിപ്പിക്കുന്നവരാണ്. അങ്ങനെ അവശേഷിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ നല്ല ലക്ഷണം എന്ന് പറയുന്നത്. അവരെ ഹൃദയം ചേർത്തുവെച്ച് ഓർമ്മിക്കുകയും അവർക്കു വേണ്ടി ആവുന്നത് നിർവഹിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സൗഹൃദ വലയം. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സംസാരിച്ചപ്പോഴും അതിനുശേഷം NV അബ്ദുൾ റസാഖ് സഖാഫി സംസാരിച്ചപ്പോഴും ആ വാചകങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ചില വാചകങ്ങളുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ആ പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹു തീരുമാനിച്ച കാലം നമ്മളോടൊപ്പം ജീവിച്ചു തിരിച്ചു നടന്നു. പക്ഷേ അവരവശേഷിപ്പിച്ചു വെച്ചിട്ടുള്ള കുടുംബങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ, അവരുടെ സ്ഥാനത്തു നിന്ന് ചിന്തിക്കാനും ആ കുടുംബത്തെ കൈപിടിക്കാനും ഇവിടെ ഞങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില വാചകങ്ങളാണത്. ഇനിയുള്ള കാലയളവിൽ ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അഭാവത്തിൽ ആ കുടുംബത്തിന് എന്താണോ ആവശ്യമുള്ളത്, അനിവാര്യമായ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിർവഹിച്ചെടുക്കുന്നിടത്ത് ഞങ്ങൾ ആലോചിക്കുന്നു അതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനോട് അതെന്തിന് എന്ന ചോദ്യത്തിന് പകരം അത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയാണ് പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിലുള്ളതെങ്കിൽ ഇവിടെയാണ് മുഅ്മിനീങ്ങളാകുന്ന സ്നേഹജനങ്ങളുടെ മനസ്സാന്തരങ്ങളിൽ അയ്യൂബ് സഖാഫി പിടിച്ച സ്ഥാനത്തെ, ഇടത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാവർക്കും വേണ്ടി ഇങ്ങനെയുള്ള ആലോചനകൾ നടക്കാറില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ നടക്കാറില്ല. പക്ഷേ ചില വ്യക്തികൾക്ക് അവർക്ക് വേണ്ടി ആലോചിക്കുന്ന, അവരുടെ കാലശേഷവും അവരുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ബാക്കി പത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് അല്ലാഹു അനുഗ്രഹമായി നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അർത്ഥത്തിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കൂടിച്ചേരലാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടിയുള്ളതെല്ലാം നിർവഹിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ളതെല്ലാം സൃഷ്ടാവ് നിർവഹിച്ചു തരും എന്നതിൽ സംശയം ഇല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും സമയമായാൽ തിരിച്ചു പോകണം. അവിടെ പിന്നെ ഒരു സാവകാശത്തിന് വകുപ്പില്ല. വലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സൃഷ്ടാവ് തീരുമാനിച്ച സമയത്തിന്റെ അപ്പുറത്ത് ഒരു സെക്കൻഡ് ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ
കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. അയ്യൂബ് സഖാഫി നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ആഗ്രഹത്തിന് പ്രസക്തിയില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിനാണ് പ്രസക്തിയുള്ളത്. ആ തീരുമാന പ്രകാരം മാത്രമേ ആ സുഹൃത്തും നമ്മളിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവിചാരിതമായി ഒന്നും സംഭവിച്ചതല്ല. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുമ്പോ ഞാൻ അവരോട്, കുടുംബങ്ങളോട് പറഞ്ഞു, ഒന്നേ നമുക്ക് പറയാനുള്ളൂ, അയ്യൂബ് സഖാഫിക്ക് ഇനി ദുനിയാവിന്റെ കാര്യം ആലോചിക്കേണ്ടില്ല, ടെൻഷൻ ഫ്രീ ആയി, ഒരു പ്രയാസമില്ല. കാരണം അദ്ദേഹം ഈ ചെറിയ കാലയളവിന്റെ ഉള്ളിൽ ജീവിച്ചു തീർത്തപ്പോൾ ആവുന്ന അത്ര നന്മകളെ കുറിച്ച് പലർക്കും പറയാനുണ്ട്. ഇനി ദുനിയാവിന്റെ അസ്വസ്ഥതകളോ ഇടങ്ങാറോ ബുദ്ധിമുട്ടോ ഇതൊന്നും അദ്ദേഹം അനുഭവിക്കേണ്ടതില്ല, ആലോചിക്കേണ്ടതില്ല, അദ്ദേഹത്തിന്റെ അജണ്ടയിലില്ല. സ്വസ്ഥമായി ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ അവസാനിച്ചു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്, അദ്ദേഹത്തിന്റെ ഈ പിരിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഇനിയും ദുനിയാവിനെ കുറിച്ച് ആലോചിക്കണം, നമ്മൾ ഇനിയും പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പല വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അതിൽ അസ്വസ്ഥപ്പെടണം. ഇതൊന്നും ഇനി അയ്യൂബ് സഖാഫിക്ക് അനുഭവിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ബർസഖി ലോകത്തെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അല്ലാഹു ആ ഖബർ സ്വർഗ്ഗത്തിന്റെ തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. സഹോദരങ്ങളെ, ആ ബർസഖി ലോകത്തെ ജീവിതത്തിന്റെ സന്തോഷം, ഈ സദസ്സിന്റെ സന്തോഷം ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ലഭിക്കും എന്നതിൽ തർക്കം ഇല്ല. വിശ്വാസികളുടെ മനംനൊന്തുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഇജാബത്തുണ്ടാകും എന്നുള്ളതിൽ സംശയം ഇല്ല. 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഇജാബത്തുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചാൽ ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും അതേപോലെ തന്നെ ദിക്റിന്റെ ജല്ലലുകളും എത്രയാണ് മരണവാർത്ത അറിഞ്ഞത് മുതൽ പലരായി നിർവഹിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള ലക്ഷണങ്ങളെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അതിന്റെ അപ്പുറം പറയാൻ നമുക്ക് ആ അധികാരമില്ല. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ നിലക്കെങ്കിലും സമാധാനിക്കാം. പൂർണ്ണാർത്ഥത്തിൽ സമാധാനം ലഭിക്കേണ്ടത് സൃഷ്ടാവിന്റെ ഔദാര്യം ലഭിക്കുമ്പോഴാണ്, അവന്റെ തീരുമാന പ്രകാരമാണ്. അല്ലാഹു അവർക്കും നമുക്കുമൊക്കെ അവന്റെ ഔദാര്യം വാരിക്കോരി നൽകി ബർസഖി ലോകത്തെ ജീവിതം സന്തോഷത്തിലാക്കി തെരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നു, അദ്ദേഹം ആരുടെ മണ്ണിൽ ജീവിക്കുന്നു. നമ്മൾ ആലോചിക്കണം, എന്റെ ജീവിതം ഏത് വിധത്തിലാണ് അടയാളപ്പെടുത്തിയത്. അയ്യൂബ് സഖാഫി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയത് ഈ നൂറുകണക്കിന് മനുഷ്യരുടെ മനസ്സിൽ മാത്രമല്ല അടയാളപ്പെട്ട് കിടക്കുന്നത്, മറിച്ച് ആ മനുഷ്യനെ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു വട്ടം പോലും കാണാത്ത മനുഷ്യരുടെ മനസ്സിലും അദ്ദേഹം കയറിയിട്ടുണ്ടാകും, അദ്ദേഹത്തെ ഓർമ്മിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ സംഘടനയുടെ വഴിയിലൂടെ പലരുമായി അദ്ദേഹത്തെ കുറിച്ചുള്ള പങ്കുവെക്കലുകൾ അത് കേട്ടറിഞ്ഞവർ, ആ അറിഞ്ഞവർ പലപ്പോഴും അദ്ദേഹത്തെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചവരായിക്കൊള്ളണം എന്നില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും ആ മനുഷ്യനോട് സ്നേഹമാണുള്ളത്, ആ മനുഷ്യന് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയാണുള്ളത്. അതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ തന്നെ കൊണ്ട് കഴിയുന്ന ചില കാര്യങ്ങൾ നിർവഹിച്ചതുകൊണ്ട്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ, അംഗീകാരമല്ല, വേദിയല്ല, പ്രസിദ്ധിയല്ല, പ്രശസ്തിയല്ല, പരിഗണിക്കലല്ല, മറിച്ച് ആത്മാർത്ഥമായുള്ള ഖിദ്മത്തുകൾ. പാതിരാവിൽ ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയിട്ട് പാതയോരത്ത് ചുമരുകളിൽ ഈ മഹത്തായ സംഘടനയെ, SSF-നെ, നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ സ്ഥാപനങ്ങളെ ഇതെല്ലാം അടയാളപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ അടയാളപ്പെടുത്താനുള്ള തന്റെ കയ്യിലെ ബ്രഷ് പിടിക്കൽ അത് സ്വർഗീയ ലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമായിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അദ്ദേഹം മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ചുമർ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. അത് കേവലം ചുമർ ചിത്രങ്ങളല്ല, ഒരു വെയിലിൽ എഴുതിയതിന്റെ ചിത്രമുണ്ട്,
പാതിരാവിൽ എഴുതിയതിന്റെ ചിത്രമുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന ഓരോ ചെറിയ അനക്കങ്ങളും ഓരോ ചെറിയ ഇടപെടലുകളും അതെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വഴി നൽകുന്നത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടവും പൊരുത്തവും സമ്പാദിക്കാൻ സബബാകുന്നത്. ആ ചുമരുകൾ അയ്യൂബ് സഖാഫിക്ക് വേണ്ടി നാളെ പാരത്രികമായ ലോകത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ റെക്കമെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കു കഴിയും? അദ്ദേഹം എഴുതി വെച്ച, അദ്ദേഹം വരച്ചു വെച്ച പേപ്പറുകളും ചുമരുകളും തുണികളും അതിന്റെ അപ്പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ട് നിർവഹിച്ചതുണ്ടോ, ആ നിർവഹിച്ച വസ്തുക്കൾ, അതിനുവേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ, ആ വസ്തുക്കൾ ഇഖ്ലാസോടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിർവഹിച്ചതാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, സൃഷ്ടാവിന്റെ കോടതിയിൽ ആ തുണികൾ, ആ ചുമരുകൾ, ആ പേപ്പറുകൾ തീർച്ചയായും ആ കൂട്ടുകാരന് വേണ്ടി അല്ലാഹുവേ ആധുനികതയുടെ ആസുരതകൾ ഉള്ളപ്പോഴും അഹ്ലുസുന്നയുടെ ആദർശ വഴികളിൽ നിന്ന് പലരും മാറി നിൽക്കുമ്പോഴും ആദരണീയരായ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് മനസ്സുകൊണ്ട് സ്വീകരിച്ച് ആദർശത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി ഈ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് നീങ്ങുന്ന വഴിയിൽ നിർവഹിച്ച ഓരോ പ്രവർത്തനത്തെയും കോറിയിട്ട സാക്ഷ്യപത്രങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ വരാതിരിക്കൂല. റബ്ബേ, അതെല്ലാം അവർക്ക് ആഖിറത്തിൽ കൂട്ടായി, ആരുടെ മണ്ണിൽ കൂട്ടായി നീ ബാക്കിയാക്കി കൊടുക്കണേ റഹ്മാനെ. സഹോദരങ്ങളെ, ഇവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, എന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രം എന്താണ്? എനിക്കും അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം വരുമല്ലോ, തീർച്ചയാണല്ലോ. ആ സമയം വരുമ്പോൾ എന്നെ എങ്ങനെയായിരിക്കും ഞാൻ മരിച്ചു കിടന്നതിനു ശേഷം ആളുകൾ വിലയിരുത്തുക, ആളുകൾ എന്നെ കുറിച്ച് പറയുക? അവർക്ക് പറയാൻ എന്റെ പക്ഷത്തു നിന്ന് സുഹൃതങ്ങളായി ദീനിനോട് ചേർന്ന്, പാവപ്പെട്ടവരോട് ചേർന്ന്, എല്ലാവരോടും നന്മയാർന്ന ഇടപെടൽ നടത്തിയിട്ടുള്ള വർത്തമാനങ്ങളാണോ അവർക്ക് പറയാനുണ്ടാവുക? അതല്ല, ഞാൻ എന്റെ ഭൗതികമായ ലോകത്തിന്റെ സാമ്രാജ്യ വികസനത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചതെങ്കിൽ അത്രയൊന്നും കൂടുതൽ ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് പറയാനുണ്ടാവില്ല. അയ്യൂബ് സഖാഫിയെ ഓർമ്മിക്കുമ്പോൾ ദീർഘകാലത്തെ സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ഭാഗത്ത് പറയാനുണ്ട്. പിതാവ് പ്രയാസപ്പെട്ട് ക്ഷീണമായി കിടക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ആ പിതാവിന്റെ ആ ഒരു ക്ഷീണിക്കുന്ന സമയത്തെ കുടുംബത്തെ ഏറ്റെടുക്കുന്നതിന്റെ ഉത്തരവാദിത്തത്തെ മനസ്സുകൊണ്ട് സന്തോഷം ഏറ്റെടുത്ത് തങ്ങളുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അവർക്ക് വേണ്ടതെല്ലാം കൃത്യമായി നിർവഹിച്ചു കൊടുക്കാനുള്ള ജാഗ്രത കാണിച്ച ഒരു സ്നേഹത്തിന്റെ മനസ്സുള്ള മനുഷ്യനെ കൂടെ, കുടുംബത്തിലെ ഒരു നാഥന്റെ സ്ഥാനം കൂടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ജീവിത വഴിയിൽ നമുക്ക് വായിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമ്പാദിച്ച രണ്ട് കുടുംബങ്ങളിലും ആ മനുഷ്യനോട് സ്നേഹാദരവോടെ മാത്രമുള്ള പ്രതികരണമാണുള്ളത്. എന്നെ നേരിട്ടുള്ള കുടുംബത്തിൽ, എന്റെ നെസബയാൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കുടുംബത്തിൽ എന്നെ കുറിച്ചുള്ള ബാക്കിയുള്ള, ഞാൻ മരിച്ചു കിടന്നാൽ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിൽ ഓർമ്മിക്കുന്നത് എന്തായിരിക്കും? സന്തോഷകരമായ കാര്യമായിരിക്കുമോ? കുടുംബബന്ധം ചേർത്തതിനെ കുറിച്ചായിരിക്കുമോ? അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഖിദ്മത്തുകൾ നിർവഹിച്ചതിനെ കുറിച്ചായിരിക്കുമോ? അവർക്ക് വേണ്ട സ്നേഹപൂർവമായ ഇടപഴക്കത്തിന്റെ അനുഭവങ്ങളായിരിക്കുമോ? ഈ പാവപ്പെട്ട റാഷിദിനെ കുറിച്ച് എന്റെ സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകുന്ന സംസാരം ഇതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഇനിയോ എന്റെ സംഘടനാ കുടുംബത്തിൽ ഞാൻ അടയാളപ്പെട്ടിട്ടുണ്ടോ? എന്നെ കുറിച്ച് അവർക്ക് വല്ലതും പറയാനുണ്ടോ? ഇതാണ് രണ്ടാമത് ആലോചിക്കുന്നത്. അവിടെ ഏതെങ്കിലും ചുവരുകൾ എന്നെ കുറിച്ചുള്ള വർത്തമാനം പറയുമോ? ഏതെങ്കിലും ചില ക്യാമ്പുകളുടെ സംഘാടനത്തിൽ എന്നെ ഓർമ്മിക്കാനുള്ള വല്ലതും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സമ്മേളനങ്ങളുടെ ഓർമ്മകൾ എന്റേതായി മറ്റുള്ളവർക്ക് പറയാൻ
പറയാനുണ്ടോ? ആ ഓർമ്മകൾ പറയുന്നതിന് പകരം അവസരങ്ങൾ ലഭിക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുന്നതിന് പകരം, ആരോഗ്യം ഉപയോഗപ്പെടുത്തുന്നതിന് പകരം, ചിന്ത ഉപയോഗപ്പെടുത്തുന്നതിന് പകരം, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ലഭ്യമായ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി വിശുദ്ധമായ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്നാലാകുന്നത് ചെയ്യുക എന്നതിന് പകരം അവിടുന്നൊക്കെ മെല്ലെ മെല്ലെ സ്കിപ്പായി, എനിക്ക് നേരമില്ല, ഞാൻ ബിസിയാണ്, ഞാൻ തിരക്കിലാണ്, എനിക്ക് വേറെ ഏർപ്പാടുണ്ട്, ജോലിയുടെ വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയതിന്റെ കഥകളായിരിക്കുമോ നമ്മളെ കുറിച്ച് ആളുകൾക്ക് പറയാനുണ്ടാവുക? കേൾക്കുന്ന ഓരോരുത്തരും അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ജീവിതത്തിന്റെ കാര്യങ്ങളെ അത് കൃത്യമായി ഹലാലായ വഴിയിലൂടെ നിർവഹിക്കുന്നതിന് വേണ്ടി അയ്യൂബ് സഖാഫി അദ്ദേഹത്തിന്റെ ഈ ഇൽമിന്റെ വഴിയിലുള്ള ഖിദ്മത്തും സംഘടനാ പ്രവർത്തനത്തിന്റെ വഴിയിലുള്ള ഇടപെടലും നിർവഹിക്കുന്നതോടൊപ്പം അദ്ദേഹം അതിൻ്റെതായ വഴിയിലുള്ള വ്യത്യസ്ത കാര്യങ്ങൾ നിർവഹിച്ചു. ഒന്നിനും കുഴപ്പം സംഭവിച്ചില്ല. അങ്ങനെ ആയിരുന്നു എന്റെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. നമുക്ക് ചില പാഠങ്ങൾ ആ പ്രിയപ്പെട്ട സുഹൃത്ത് നൽകുന്നുണ്ട്. എന്നെ കുറിച്ചൊന്നും ഇങ്ങനെയൊന്നുമല്ല പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയാൻ വേണ്ടിയല്ല, സ്വാഭാവികമായും അത് പറയും. ആത്മാർത്ഥമായിട്ടാണ് നമ്മളതൊക്കെ നിർവഹിക്കുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ എനിക്ക് ഇനിയുള്ള കാലയളവിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ സാധ്യമായതെല്ലാം നിർവഹിക്കണമെന്ന പ്രതിജ്ഞയാണ് ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും ചെറുപ്പക്കാരും യഥാർത്ഥത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞ. എന്റെ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, അയ്യൂബ് സഖാഫി വളർന്നത് SSF-ലൂടെയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ വഴിയിലൂടെ വളർന്നപ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൽബിൽ ഈ മഹത്തായ ദീനിനോടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തോടും വിശ്വാസി സഹോദരങ്ങളോടുമുള്ള എന്തെന്നില്ലാത്ത ആഭിമുഖ്യമുണ്ടായിരുന്നു. അത് ആ കുട്ടി ആ ഒരു മനസ്സിൽ രൂപപ്പെടുത്തി കൊടുത്തത് SSF എന്ന പ്രസ്ഥാനമായിരുന്നു. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളായിരുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ വളർന്നപ്പോഴാണ് അവരുടെ വഴിയിലാണ് അവരുടെ അനുജന്മാർ ഈ വഴിയിലേക്ക് കടന്നു വരുന്നത്. പലരും കടന്നു വരുന്നത് അദ്ദേഹത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ചില എഴുത്തുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ പങ്കുവെച്ച കാര്യങ്ങളും അതിൽ ആ കാര്യങ്ങൾ കേൾക്കുമ്പോ ഞങ്ങളിൽ പലരെയും സംഘടനയുടെ വഴിയിൽ പ്രചോദിപ്പിച്ചത് അദ്ദേഹമാണ് എന്ന് പറയുമ്പോ ഇപ്പോൾ ആ പ്രവർത്തകർ ജീവിച്ചിരിപ്പുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന പ്രവർത്തകർ നിർവഹിക്കുന്ന ദീനിയായ ഖിദ്മത്തുകളുടെ പ്രതിഫലത്തിന്റെ ഓഹരി ആരുടെ മണ്ണിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ലഭിക്കും എന്നതിൽ തർക്കമില്ല, സംശയം ഇല്ല. ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ ഈ അനുസ്മരണ വേദിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, എനിക്കൊരു മകനുണ്ട്, ആ മകൻ കൃത്യമായി ഈ സംഘടനാ വഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണോ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവനാണോ എന്ന് ആലോചിക്കാനുള്ള സമയമാണിത്. അതിന് സന്നദ്ധമാകുന്നില്ലെങ്കിൽ ആ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മക്കളെ പിതാക്കൾ, രക്ഷിതാക്കളും മാതാപിതാക്കൾ എല്ലാവരും അതിനെ പ്രചോദിപ്പിച്ച് അതിലേക്ക് എത്തിക്കാനുള്ള ജാഗ്രതയുണ്ടായാൽ ആ മക്കളെ കൊണ്ട് നമുക്ക് പാരത്രികമായ ലോകത്ത് സന്തോഷമുണ്ടാകും. അവരുടെ ജീവിതവും നല്ല സുഹൃതമായ സാഹചര്യത്തിലേക്ക് വരും. ആ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയും ഒരു കൃത്യമായ ഇടപെടലുകളും രക്ഷിതാക്കളെ മനസ്സിൽ കൂടെ ഉണ്ടാകണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധമായ ഖുർആൻ പ്രശംസിച്ചുകൊണ്ട് ചില വിശ്വാസികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താണ്? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തദിർ
അല്ലാഹു ഖുർആനിൽ പറയുകയാ, സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്, റിജാലുൻ, ചില വ്യക്തികളുണ്ട്, ചില മനുഷ്യരുണ്ട്. അയ്യൂബ് സഖാഫിയെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് മോശമായത് പറയാനില്ല, നമുക്ക് നല്ലതാണ് പറയാനുള്ളത്. ഈ നന്മകളെല്ലാം പറഞ്ഞു പോകുമ്പോൾ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. ആ പരിമിതമായ ജീവിതത്തിന്റെ ഇടയിൽ അദ്ദേഹം ചെയ്തു പോയ നന്മകളെ കുറിച്ചാണല്ലോ നമ്മൾ ഓർമ്മിക്കുന്നത്. അങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. ചില ആളുകളുണ്ട്, ആ ആളുകളുടെ രീതി എന്താണ്, സ്വഭാവം എന്താണ്? അല്ലാഹുവിനോട് അവർ ചെയ്ത കരാറുകളുണ്ട്. ആ കരാറുകൾ പാലിക്കുന്നതിന്, അത് സത്യസന്ധമായി പൂർത്തിയാക്കുന്നതിന് സന്നദ്ധമായവരാണ് അവര്. ആ നിലക്ക് റബ്ബുമായുള്ള കരാറ് പാലിക്കുന്ന പുരുഷന്മാരുണ്ട്. സദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തദിറു. പിന്നെയോ അവരിൽ ചിലർ വാഗ്ദാനം നിറവേറ്റി കഴിഞ്ഞവരാണ്, ചില ആളുകൾ വാഗ്ദാനം നിറവേറ്റാൻ കാത്തിരിക്കുന്നവരാണ്. അയ്യൂബ് സഖാഫിയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ മനസ്സുകൊണ്ട് ഇഷ്ടം വെച്ച് ആദരണീയരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ സ്വീകരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം പറയുന്ന വഴികളിലൂടെ ആവുന്ന അത്രയും സഞ്ചരിക്കാൻ തീരുമാനിച്ച് ചലിച്ചയാളാണ്. അല്ലാഹുവിനോട് അവന്റെ ദീനിന് വേണ്ടി ചെയ്ത കരാറ് ഒരു പരിധിയോളം ആ കൂട്ടുകാരന് പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ അത്തരക്കാരിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന നമ്മൾ ആലോചിക്കണം, നമ്മൾ ആ കരാറ് പാലിക്കുന്നവരാണോ? ആ വാഗ്ദാനത്തിന്റെ പുലർച്ചയിലേക്ക്, സ്ഥിരീകരണത്തിലേക്ക്, സാക്ഷ്യപ്പെടുത്തുന്നതിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഖുർആൻ സൂചിപ്പിച്ച ആ വാഗ്ദാന പൂർത്തീകരണത്തിന് കാത്തിരിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതില്ലയോ? സ്നേഹജനങ്ങളെ, ഈ വാഗ്ദാനം എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? അതേ സംഘടനാ പ്രവർത്തനത്തിൽ നിർവഹിക്കപ്പെടുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ കാര്യമല്ലേ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകണം, നന്മ കൽപ്പിക്കുന്നവരാണവർ, ചീത്തയോട് വിരോധം പറയുന്നവരാണവർ. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകണം. അതേ, അത്തരം ഒരു കൂട്ടത്തിലേക്ക് ചേർന്നവരാണ് അയ്യൂബ് സഖാഫി. തിന്മയോട് സമരം ചെയ്യുന്ന മനസ്സാണ്, നന്മയാവുന്ന അത്ര നിർവഹിക്കണമെന്ന് കൊതിയുള്ള മനസ്സാണ്. ഖുർആൻ ആജ്ഞാപിച്ച ആ സംഘത്തിലേക്ക് ചേരാൻ ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് അവരുടെ ജീവിതത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് അടയാളപ്പെടേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ദീനീ ദഅവത്ത് എന്തിന്റെ തുടർച്ചയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ തുടർച്ചയാണ്. മക്ക എന്ന മരുഭൂമിയിൽ മലയിടുകൾക്കിടയിലൂടെ വിശുദ്ധമായ മതത്തിന്റെ ആദർശങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു. ത്യാഗങ്ങൾ ഒരുപാട് സഹിച്ചിട്ട് ആ ത്യാഗങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സഹിച്ചവരാണ്. നമുക്കെന്ത് ത്യാഗമാണുള്ളത്, എന്ത് പ്രയാസമാണുള്ളത്? നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച അത്രയും പ്രയാസങ്ങൾ പോലും നമ്മൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നില്ല. യഥാർത്ഥം അങ്ങനെയാണ്. എന്നാൽ പൂർവകാലത്ത് കഴിഞ്ഞു പോയവർ
ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നവരാണ്. അങ്ങനെ അവർ ത്യാഗങ്ങൾ സഹിച്ചത്, പ്രയാസങ്ങൾ അനുഭവിച്ചത് വിശുദ്ധമായ ദീനിനു വേണ്ടിയാണ്. മക്കയിൽ പ്രബോധനം നടത്തുമ്പോൾ പ്രവാചകർക്ക് പോലും പീഡനമാണ്, അനുയായികൾക്കും പീഡനമാണ്. ആ പീഡന വടികളെ മുഴുവനും അതിജയിച്ചുകൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത് ദീനീ ദഅവത്താണ്. മക്കയിൽ നിന്ന് തുടങ്ങിയിട്ട് മദീനയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന, അല്ല താൽക്കാലിക വിരാമമിടുന്ന 23 വർഷക്കാലത്തെ പ്രൗഢമായ ജീവിതത്തിന്റെ തുടർച്ചയാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്. ആ തുടർച്ചയിൽ അതേ പ്രിയപ്പെട്ട അയ്യൂബ് സഖാഫിയും അയാൾക്ക് ആവുന്ന വിധത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ദഅവത്തിന്റെ ലക്ഷ്യത്തിലെ അനുകരണമായി, അനുദാപനമായി ആ കൂട്ടുകാരൻ ചിലത് നിർവഹിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളല്ലയോ. അവിടുന്ന് മുൻപല്ല് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ്, നെറ്റിത്തടത്തിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ടാണ്, കാലിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ചിട്ടാണ് വിശുദ്ധമായ ദീനിനെ വളർത്തിയെടുത്തത്. ആധുനിക ലോകത്തിന് അവലിബറൽ ചിന്ത വളർന്ന് വികസിച്ചു വരുമ്പോ ഓരോ കാലഘട്ടത്തെയും ഭൗതികവൽക്കരണത്തെ അതിജയിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനസ്സുകൊണ്ട് മഹബ്ബത്ത് കാണിച്ചിട്ട് ആ ദീനിനു വേണ്ടി ഏതു കാര്യങ്ങൾ നിർവഹിക്കുന്നു. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിയും, അത് അനുഭവിക്കും. വസയറല്ലാഹു അമലക്കും വറസൂലുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവും അവന്റെ ഹബീബും നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയുമെന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. വസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങളെ പ്രവർത്തനങ്ങൾ അല്ലാഹു കാണും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണും. തുറദു അലയ്യ അഅമാലുക്കും, നിങ്ങളെ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടും. പരിശുദ്ധരായ പ്രവാചകരെ മനസ്സുകൊണ്ട് ഇഷ്ടം വെച്ചിട്ട് ജീവിത വഴിയിൽ അവിടുന്ന് വളർത്തിയെടുത്ത ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നിർവഹിച്ച കാര്യങ്ങളെ ആ ഹബീബ് അറിയാതിരിക്കുമോ, അനുഭവിക്കാതിരിക്കുമോ, ശ്രദ്ധിക്കാതിരിക്കുമോ? ഇല്ല, ശ്രദ്ധിക്കാതിരിക്കില്ല. കാരണം അവിടുത്തെ വഫാത്തിനു ശേഷവും ഇസ്ലാമിക ദഅവത്തിന്റെ വഴിയിൽ ഇടപെട്ടതിന്റെ അനുഭവങ്ങൾ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നവരാണ് നമ്മള്. തങ്ങൾക്ക് ദീനീ ദഅവത്തിന്റെ വഴിയിൽ ചെറിയ പ്രയാസമുണ്ടായപ്പോൾ ലോകത്തിന്റെ നേതാവിലേക്ക് ഖൽബ് തിരിച്ചപ്പോൾ വായ തുറന്നോളൂ എന്ന് പറഞ്ഞിട്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ഇടപെട്ടതിന്റെ അനുഭവങ്ങളില്ലയോ? വിശുദ്ധമായ ഉമനീര് മഹാനായ തങ്ങളുടെ വായിലേക്ക് തുപ്പിക്കൊടുത്തിട്ട് ദഅവത്തിന്റെ വഴിയിൽ ഇനി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് ഇടപെടാൻ പ്രചോദിപ്പിച്ചതിന്റെ ചരിത്രമില്ലയോ? ഇത് ഹയാത്തുകാലത്തല്ലല്ലോ, വഫാത്തിനു ശേഷമാണല്ലോ. ഇങ്ങനെ ഒരനുഭവമാണോ? പല അനുഭവങ്ങളില്ലയോ സഹോദരങ്ങളെ? ആ നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആദർശത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിലേക്ക് നേരിട്ടു തന്നെ ഇടപെട്ടതിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇഖ്ലാസിന്റെ മനസ്സോ
ലോകത്തിന്റെ നേതാവിനെ അനുധാവനം ചെയ്യണമെന്ന് കൊതിച്ചിട്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ വടിയിൽ പ്രവർത്തിക്കുമോ, അധ്വാനിക്കുമോ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ദീനിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന സുഹൃതങ്ങൾ, ആ സുഹൃതങ്ങൾ കാണാതെ പോവില്ല, അറിയാതെ പോവില്ല. അതവിടുന്ന് കാണുമ്പോൾ അല്ലാഹുവിലേക്ക് സ്തുതി അർപ്പിക്കുന്ന വാചകം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിർവഹിക്കുമല്ലോ. പ്രിയപ്പെട്ട അയ്യൂബ് സഖാഫിയുടെയും ഖുദുമാത്തുകൾ ഹബീബിലേക്ക് ചേർന്നിട്ട് ആ ഖബറിലേക്ക് മുത്തുനബിയുടെ ഒരു നോട്ടമുണ്ടായാൽ, സാന്നിധ്യമുണ്ടായാൽ അത് വലിയ ഭാഗ്യമല്ലേ, സന്തോഷമല്ലേ? അല്ലാഹുവേ, അത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനി ഒരു വാചകം കൂടെ പറയട്ടെ. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളവരാരാണ്? റബ്ബിന് ഇഷ്ടമുള്ളവരാരാണ്? അവന് വല്ലാതെ താല്പര്യപ്പെടുന്ന വ്യക്തികളാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചല്ലോ, അനുചരന്മാര് ചോദിച്ചല്ലോ. എന്താണ് ചോദിച്ചത്? അല്ലാഹുവിലേക്ക് ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാരാണ് എന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണ്? അതേ, റബ്ബിലേക്ക് ഇഷ്ടമുള്ളവരും അതേപോലെ തന്നെ ജനങ്ങളിൽ ഖൈറായവരും അതേ ആ നിലക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് വല്ലാതെ ഉപകാരം ലഭിച്ചവരാണ്. നമ്മൾ ആലോചിക്കണം, അയ്യൂബ് സഖാഫിയെ കൊണ്ട് ഉപകാരം കിട്ടി പ്രസ്ഥാനത്തിന്, ഒരുപാട് മുഅ്മിനീങ്ങൾക്ക്, അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് താൻ ഇടപെട്ട പലയിടങ്ങളിലും ആവുന്ന അത്ര ഖുദുമാത്തുകൾ ചെയ്തു. ആ നിലക്ക് നിർവഹിച്ചപ്പോൾ റബ്ബിന്റെ ഇഷ്ടം ലഭിക്കാൻ അത് സബബാകുമല്ലോ. നമ്മളോ, എന്നെ കൊണ്ട് ജനങ്ങൾക്ക് എന്തുപകാരമാണുള്ളത്, ഫലമാണുള്ളത്? ആ നിലക്കാണ് ആലോചിക്കേണ്ടത്. അതിന് പകരം എന്നെ കൊണ്ട് ഉപദ്രവമാണോ? ഒരു നല്ല കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ അതിൽ വല്ല അള്ളും വെക്കലാണോ? ഒരുപക്ഷേ എന്നെ പരിഗണിച്ചില്ല എന്നതിന്റെ പേരിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കലാണോ? എന്നോട് ചോദിച്ചില്ല എന്നതിന്റെ പേരിലുള്ള ഒരു വിമർശനമാണോ? എന്നെ പരിഗണിച്ചില്ല എന്നതിന്റെ പേരിലുള്ള മാറി നിൽക്കലാണോ? റബ്ബിന്റെ ഇഷ്ടത്തിന് വടിയുള്ള പ്രവർത്തനമല്ല, ചിന്തയുമല്ല. എന്നെ പരിഗണിക്കട്ടെ, പരിഗണിക്കാതിരിക്കട്ടെ, എനിക്ക് സ്ഥാനമുണ്ടാവട്ടെ, സ്ഥാനമില്ലാതിരിക്കട്ടെ, എന്റെ അഭിപ്രായം സ്വീകരിക്കട്ടെ, സ്വീകരിക്കാതിരിക്കട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം എന്റെ പരിസരത്തുള്ള സർവ്വ മനുഷ്യർക്കും ഉപകാരമുണ്ടാകും വിധത്തിലുള്ള പ്രവർത്തനങ്ങളല്ലേ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ നിർവഹിക്കേണ്ടത്. എന്റെ അയലത്തുകാരന് രോഗമായി പ്രയാസപ്പെട്ട് കിടക്കുകയാണോ എങ്കിൽ അവനെ ആശ്വസിപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയല്ലേ? എന്റെ കൺമുന്നിൽ അനാഥനായൊരു ബാലനുണ്ടോ, അവനെ ഏറ്റെടുക്കലും എന്റെ ബാധ്യതയല്ലേ? എന്റെ മുന്നിൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടോ എങ്കിൽ അവർക്ക് എന്റെ അറിവ് കൈമാറ്റം ചെയ്യേണ്ടത് എന്റെ ബാധ്യതയല്ലേ? ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്നവരായി നമ്മളൊന്നു മാറിയാൽ, അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ, അൻഫഅഹും ലിന്നാസ്,
നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യക്തിയായാൽ സൃഷ്ടാവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഏറ്റവും ഖൈറായ പ്രവർത്തനങ്ങളാണത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ഓർമ്മപ്പെടുത്തിയതാണ്. അതേ, തന്റെ ചെറിയ കാലയളവിന്റെ ഉള്ളിൽ തനിക്ക് ആവുന്ന ചില ഉപകാരങ്ങൾ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക്, സംഘടനാ നേതൃത്വത്തിന്, സഹപ്രവർത്തകർക്ക് വേണ്ടി വീടകങ്ങളിൽ ചെയ്തു കൊടുത്തതിന്റെ അനുഭവം അയ്യൂബ് സഖാഫിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പറയാനുണ്ടല്ലോ. അത് സംഘടനാ കാര്യത്തിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിനുള്ള ഖിദ്മത്തുകളായിട്ട് ചില കാര്യങ്ങൾ പലപ്പോഴായി ചെയ്തതും ചേർന്നു നിന്നതിന്റെയും അനുഭവം സഹപ്രവർത്തകർക്ക് പറയാനുണ്ടല്ലോ. അദ്ദേഹത്തെ കൊണ്ടാവുന്ന ഉപകാരം ചെയ്തു കൊടുക്കുകയാണ്. ആ ചെയ്തു കൊടുത്ത കൂട്ടുകാരൻ തന്നെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്തുകൾ ചെയ്ത് അസ്തമിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് തിരിച്ചു കൊടുക്കാനുള്ള അവസരം നമ്മുടെ മുന്നിൽ പടച്ച റബ്ബ് നൽകിയിരിക്കുന്നു. മരണങ്ങൾ ഇബ്റത്താണ്. ആർക്കാണ് പാഠമാകുന്നത്? ജീവിച്ചിരിക്കുന്നവർക്കാണ്. എന്താണ് പാഠം നൽകുന്നത്? ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ആലോചിക്കാനുള്ള പാഠമാണ്. രണ്ടാമത്തതോ, നിങ്ങളെ കൂടെയുണ്ടായിരുന്നവരല്ലേ, സ്വതേ ചേർന്നു ജീവിച്ചവരല്ലേ, ഹൃദയബന്ധമുള്ളവരല്ലേ, അവരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ തുടർച്ച എന്താണ്? അത് മരണത്തോടെ അവസാനിക്കേണ്ടതാണോ? മരണത്തോടെ തീരേണ്ടതാണോ? അല്ലല്ലോ, മറിച്ചോ ആവുന്ന കാലം അത്രയും ആ സ്നേഹത്തിന്റെ തുടർച്ചയുണ്ടാകേണ്ടതല്ലേ? അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? സ്വഹാബാക്കളിൽ ചിലരോട് പറഞ്ഞതിന്റെ അനുഭവം ഹദീസിന്റെ വചനങ്ങളിലുണ്ടല്ലോ. എന്താണത്? പിതാവിന് വേണ്ടി മരിച്ചപ്പോൾ അവരുടെ കൂട്ടുകാരെ കൂടെ പരിഗണിക്കുന്നതിനെ കുറിച്ച്, അതേ തിരിച്ചു കുടുംബത്തെ പരിഗണിക്കുന്നതിനെ കുറിച്ച് ഇതെല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എങ്കിലാ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി മജ്‌ലിസുകളെ സംഘടിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. പ്രാർത്ഥനാ മനസ്സോടെ സമയം ചെലവഴിക്കുന്നു, സന്തോഷമാണ്. അവിടെയും നമ്മുടെ കടമയും കടപ്പാടും അവസാനിക്കില്ല. പിന്നെയോ റബ്ബ് നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങൾ തന്നിരിക്കുന്നു. നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്ന് നോക്കാനാണ്. ദുനിയാവിന്റെ ക്രമീകരണം അങ്ങനെയാണ്. അല്ലാഹു എല്ലാവരെയും പണക്കാരാക്കിയിട്ടില്ല, എല്ലാവരെയും നേതാക്കളാക്കിയിട്ടില്ല, എല്ലാവരെയും മുതലാളിമാരാക്കിയിട്ടില്ല, എല്ലാവർക്കും പ്രൗഢി അല്ലാഹു കൊടുത്തിട്ടില്ല. വ്യത്യസ്ത രീതിയിലാണ് അല്ലാഹു മനുഷ്യരെ സംവിധാനിച്ചിട്ടുള്ളത്. അങ്ങനെ സംവിധാനിക്കപ്പെട്ടാലേ ഈ ലോകത്തിന്റെ ക്രമം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ. കാരണം തൊഴിലാളി ഉണ്ടായാലേ മുതലാളി നിലനിൽക്കൂ, ശിഷ്യൻ ഉണ്ടായാലേ അധ്യാപകന് അധ്യാപനം നടത്താൻ കഴിയൂ. ഇങ്ങനെ ഓരോ തട്ടിലുള്ള ആളുകളും ഈ ഭൂമി ലോകത്ത് ആവശ്യമാണ്. അല്ലാഹു ആ അർത്ഥത്തിലാണ് ലോകത്തെ ക്രമീകരിച്ചത്. അങ്ങനെ ക്രമീകരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. റബ്ബ് നമുക്ക് പലതായ നിഅമത്ത് തന്നിട്ടുണ്ട്. നമുക്കിപ്പോഴും ആരോഗ്യത്തോടെ അല്ലാഹു ആയുസ് തന്നിട്ടുണ്ട്, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില പശ്ചാത്തലങ്ങൾ
സങ്കടങ്ങളുണ്ടല്ലോ, അവരുടെ ജീവിതത്തിന് പ്രയാസങ്ങളുണ്ടോ, താമസിക്കാനുള്ള വീടിന്റെ അഭാവങ്ങളുണ്ടോ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുണ്ടോ, ഈ ചോദ്യങ്ങൾ ആരോടാണെന്നറിയുമോ? അതേ, ജീവിക്കുന്ന നമ്മളോടാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോഴാണ് സൃഷ്ടാവിനോട് നമ്മൾ ചെയ്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം സാധിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ജീവിച്ചങ്ങ് മരിച്ചാൽ സൃഷ്ടിച്ച നാഥന് നമ്മളോട് വലിയ സന്തോഷമാണ്, വലിയ ഇഷ്ടമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇഷ്ടപ്പെടുന്ന അനുയായികളായി നമുക്ക് മാറാമല്ലോ. ഇത് നമുക്ക് ആഖിറത്തിൽ വലിയ നേട്ടം കിട്ടുന്ന കാര്യമാണ്. ഇനി പറയട്ടെ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ച് മുന്നോട്ട് പോകാനാണ് വിശ്വാസികളോട് പറഞ്ഞത്. ആ പ്രതിസന്ധികൾ കുടുംബപരമാകാം, സംഘടനാപരമാകാം, അങ്ങനെ തുടങ്ങി ഏത് പ്രതിസന്ധികളാണെങ്കിലും അതെല്ലാം അതിജയിച്ചു പോകുമ്പോൾ വ്യക്തിപരമായ കാര്യത്തെക്കാൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കണമെന്നാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. പറയട്ടെ, സ്വന്തമായി ദാരിദ്ര്യത്തിലാണ്, തങ്ങൾക്ക് സ്വന്തമായി ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യത്തിലായി നിലനിൽക്കുമ്പോഴും അവർ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ, അവരുടെ കാര്യത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ അത് മുഅ്മിനീങ്ങളെ ലക്ഷണമാണ്, അത് വലിയ സ്ഥാനത്തിന് കാരണമാകുന്നതാണ്. പറയട്ടെ, അയ്യൂബ് സഖാഫിയെ ഓർമ്മിക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഖുർആനിന്റെ വചനങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. വ്യക്തിപരമായ കാര്യത്തിന് അപ്പുറത്ത് അനുജന്മാരുടെ കാര്യത്തിന് പരിഗണന കൊടുത്തിട്ടുണ്ട്, കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്ക് പരിഗണന കൊടുത്തിട്ടുണ്ട്. വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടല്ല, വ്യക്തിപരമായ ആവശ്യങ്ങളെ പോലും മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നത് മുഅ്മിനീങ്ങളെ ലക്ഷണമായി അല്ലാഹു ആദരിച്ച അതേ അവന്റെ അടിമകളുടെ ലക്ഷണമായി പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഓ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലും അത്തരം സ്വഭാവങ്ങളാണ് വേണ്ടത്. സ്വാർത്ഥ താല്പര്യമല്ല, സങ്കുചിതപരമായ ചിന്തയല്ല, പിന്നെയോ അവരെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് മനസ്സ് വേണം. വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പക്ഷേ മാറ്റിവെക്കേണ്ടി വന്നാലും അത് മാറ്റിവെച്ചുകൊണ്ടാണെങ്കിലും അതിനേക്കാൾ അനിവാര്യതയിൽ നിൽക്കുന്ന മറ്റു സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ട് അത് നിർവഹിച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ദറജ ലഭിക്കും, വലിയ സ്ഥാനം ലഭിക്കും. അങ്ങനെയാണ് റബ്ബുമായുള്ള കരാറിനെ, വാഗ്ദത്തത്തെ നമ്മൾ പൂർത്തിയാക്കേണ്ടത്, അതിനെ സാർത്ഥകമാക്കേണ്ടത്, സത്യസന്ധമായി അതിനോട് നമ്മൾ നീതി പുലർത്തേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. സയ്യിദ് അവർകൾ വേദിയിലെത്തി ദുആക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഇത്തരം വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയ ആളുകൾ അങ്ങനെ ചിന്തിച്ചു പ്രവർത്തിച്ചവരാണ്. അവർ സുകൃതങ്ങൾ ചെയ്തപ്പോൾ, ഖൈറാത്തുകൾ ചെയ്തപ്പോൾ, ദീനിന് പരിഗണന കൊടുത്തപ്പോൾ അവരെ ഓർമ്മിക്കാൻ ആളുകളുണ്ടായി, അവർക്ക് അനുസ്മരണം നടത്താൻ ആളുകളുണ്ടായി. അതേ, നിങ്ങൾ നോക്കൂ, വലിയ വലിയ രാജാക്കന്മാര് ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോയിട്ടില്ലേ? അവർക്ക് വേണ്ടി ഇതുപോലെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കാറുണ്ടോ? ചിലപ്പോ ഔദ്യോഗികമായ പദവിയുള്ള ആൾക്ക് ഔദ്യോഗികമായ ഒരു യാത്ര എപ്പോഴും നടത്തും.
ചിലപ്പോ ഭരണാധികാരിയാണെങ്കിൽ ആകാശത്തേക്ക് വെടിവെച്ച് അങ്ങനെ ഔദ്യോഗികത നടത്തും, ഔദ്യോഗികമായ ഒരു ദുഃഖാചരണം നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ ഒന്നും നമ്മൾ കാണുന്നില്ല. അതേപോലെ തന്നെ അങ്ങനെയുള്ള വലിയ അധികാരികളെയും സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ആളുകളെയും കൂടുതൽ ഓർമ്മിക്കുന്നില്ല. ആ മരിച്ച സമയത്ത് കുറച്ച് ദിവസം ചിലപ്പോ ഔപചാരികതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മിച്ചും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതേ നമ്മൾ കാണുന്നുള്ളൂ. അതേസമയം ആരും പറയാതെ, ആരും നിർബന്ധിക്കാതെ, ആരും പ്രത്യേകിച്ച് ഗൗരവതരമായി പ്രോട്ടോകോളിന്റെ ഭാഗമായി ഒന്നും പറയാതെ വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരെയാണ് ഓർമ്മിക്കാറുള്ളത്? നമ്മൾ ആരെയാണ് സ്മരിക്കാറുള്ളത്? അത് മറ്റാരെയുമല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ഖിദ്മത്ത് ചെയ്തവരെയാണ്. നമ്മൾ പലരുടെയും ആണ്ട് നടത്താറുണ്ട്, ഉറൂസ് നടത്താറുണ്ട്. മഹാനായ വൈലത്തൂർ യൂസുഫുൽ ജീലാനി നബ്ബറല്ലാഹു മർഖദഹു അവരെ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. എന്തേ ഓർമ്മിക്കുന്നത്? ഈ പ്രസ്ഥാനത്തിന് ദീനിന് അജയ്യമായ നേതൃത്വം നൽകിയത് കൊണ്ടാണ്. അഹ്ലുൽ ബൈത്തിലെ ശ്രേഷ്ഠരായ പലരെയും ഓർമ്മിക്കാറുണ്ട്, ആലിമീങ്ങളെ സ്മരിക്കാറുണ്ട്, സാദാത്തീങ്ങളെ സ്മരിച്ചു മജ്‌ലിസ് സംഘടിപ്പിക്കാറുണ്ട്. അതേ, അതിന്റെ കാരണം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊണ്ടതാണ്. അവർ മുഅ്മിനീങ്ങളെ മനസ്സിലൂടെ ജീവിക്കുകയാണ്. 4 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചു കഴിഞ്ഞു പോയ മഖ്ദൂം തങ്ങളെ നമ്മൾ ഓർമ്മിക്കുന്നില്ലേ? ഓർമ്മിക്കാൻ ആരെങ്കിലും പോസ്റ്റർ ഇറക്കിയതാണോ? നിർബന്ധിച്ചതാണോ? അല്ലല്ലോ. ജീവിതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ നിർവഹിച്ച ദീനിനു വേണ്ടിയുള്ള ഖിദ്മത്തുകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമുക്ക് ഉപകാരപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ സ്നേഹാദരവോട് ഓർമ്മിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമല് മുഴുവനും അസ്തമിച്ചല്ലോ. 3 കാര്യങ്ങളല്ലേ ബാക്കിയുള്ളൂ. 1 സദഖത്തുൻ ജാരിയയല്ലേ, 2 ഇൽമു യുന്തഫഅ ബിഹി ഉപകാരപ്പെടുന്ന ഇൽമല്ലേ, വവലദുൻ യദ്ഉ ലഹു അതേ സ്വന്തം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളല്ലേ. ഈ 3 കാര്യങ്ങളല്ലയോ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള 3 കാര്യങ്ങൾ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയവർക്ക് മാത്രമേ പിന്നീട് സ്മരണയുള്ളൂ, ഓർമ്മയുള്ളൂ. ഫത്ഹുൽ മുഈൻ ഓരോ പ്രഭാതത്തിലും ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എടുത്തു തുറന്നു വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് മുദർരിസുമാർ, 10,000കണക്കിന് മുതഅല്ലിമീങ്ങൾ അത് നിവർത്തി വെച്ച് പാരായണം ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അതേ ഹളറത്തിലേക്ക് പ്രതിഫലം പോയില്ലേ? ദറജ വർദ്ധിച്ചില്ലേ? വേണ്ടാന്ന് വിചാരിച്ചാലും അത് അസ്തമിക്കൂലല്ലോ. ആ സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിച്ചില്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു 45 വയസ്സുകാലം ജീവിച്ചു തീർത്ത ദിവസങ്ങളുടെ എണ്ണത്തിനപ്പുറത്ത് ദീനിയായ ഇൽമ് രേഖപ്പെടുത്തിയ പേജുകളുണ്ട് എന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ സ്നേഹത്തോടെ നമ്മൾ അവരെ ഓർമ്മിക്കുന്നു. 8 നൂറ്റാണ്ടുകാലം, 800 കാലത്തിന്റെ ഇപ്പുറത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന സമയത്തും സ്നേഹാദരവോടെ ഓർമ്മിക്കുന്നല്ലോ. അവിടത്തേക്ക് ഫാത്തിഹ ഓതുന്നല്ലോ. അവിടുത്തെ ഗ്രന്ഥങ്ങളെ വായിക്കുമ്പോ ആ ഗ്രന്ഥങ്ങളെ കൊണ്ടുള്ള ഉപകാരം അവർക്ക് ലഭിക്കുന്നല്ലോ. മുഅ്മിനീങ്ങളെ, എപ്പോഴെങ്കിലും ഒരു ദിവസം മരിച്ചു പോകും. മരണത്തിന് ശേഷം അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ വേണം. അതിലൊന്നാണ് ഇൽമ്.
ഇൽമിനു വേണ്ടി അധ്വാനിക്കല്. രക്ഷിതാക്കളോട് പറയട്ടെ, ഒരു മകനെയെങ്കിലും മുതഅല്ലിമാക്കി പണ്ഡിതനാക്കണം. അൽഹംദുലില്ലാഹ്, അയ്യൂബ് സഖാഫിയുടെ ഉമ്മക്ക് സമാധാനിക്കാമല്ലോ, വാപ്പക്ക് ആഖിറത്തിൽ സന്തോഷിക്കാമല്ലോ. ഒരു പണ്ഡിതനായ മകനെ ഉണ്ടാക്കിയല്ലോ. ആ മകൻ നിർവഹിച്ച ഖുദുമാത്തുകളും അദ്ദേഹം ഇൽമു പറഞ്ഞു കൊടുത്ത അതേ മക്കളും ഉണ്ടല്ലോ. അവിടെ ജീവിതത്തിലെ ഖൈറാത്തിന് സബബാകാൻ ആ പ്രിയപ്പെട്ട പണ്ഡിതന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമ്പാദ്യമാണ്, അത് ആഖിറത്തിലുള്ള വലിയ ദറജയാണ്. അവരുടെ മക്കളില്ലയോ? മൂത്ത മകൻ ഒരു മുതഅല്ലിമായി പഠിക്കുകയാണ്. അല്ലാഹുവേ, നാഫിയായ ഇൽമു കൊടുത്ത് ആ പിതാവിനെ ആഖിറത്തിലെ ഖബറിൽ കടന്ന് സന്തോഷിക്കും വിധത്തിലുള്ള ഉഖറവിയായ ഒരു ആലിമാക്കി നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ മക്കളെയും നീ ഇൽമിന്റെ അഹ്ലുകാരായി, ഖൈറാത്തിന്റെ അഹ്ലുകാരായി നീ കബൂലാക്കണേ അല്ലാഹ്. പിതാവിന് വേണ്ടി മക്കൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള കാര്യം അതാണ്. കുടുംബത്തിന് അതേ സമാധാനിക്കാനുള്ള വകുപ്പ് എന്താണ്? ആ നല്ല മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോൾ അവര് റബ്ബിന്റെ കോടതിയിൽ ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്താലോ അത് വലിയ സന്തോഷമല്ലയോ? ഇൽമിന്റെ അഹ്ലുകാർ, ദീനിന്റെ അഹ്ലുകാർ അവരെ ഓർമ്മിക്കുകയുള്ളൂ. അവര് മനസ്സൊന്നും മായൂല്ല, അസ്തമിച്ചു പോകൂല. അൽഹംദുലില്ലാഹ്, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത് അധ്വാനിച്ച എത്രയോ കൂട്ടുകാരില്ലയോ, നേതാക്കളില്ലയോ? അതേ വലിയ അയിമ്മത്തിനെ മാത്രമല്ലല്ലോ നമ്മൾ ഓർമ്മിക്കുന്നത്. വെള്ളിലെ ഉസ്താദിനെ നമ്മൾ മറക്കാറുണ്ടോ? ഓ ഖാലിദ് സാഹിബിനെ നമ്മൾ മറക്കാറുണ്ടോ? റസാഖ് കൊറ്റിയെ നമ്മൾ മറക്കാറുണ്ടോ? ഇല്ല. താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഓർമ്മിക്കലുണ്ട്. ഇൽമിന്റെ വഴിയിലും ദീനീ ഖിദ്മത്തിന്റെ വഴിയിലുമാണ്. അതേസമയം സാധാരണക്കാരായ ദീനിന് ഖിദ്മത്ത് ചെയ്ത ആളുകളെയും ഓർമ്മിക്കുന്ന സ്വഭാവമല്ലേ നമുക്കുള്ളത്? നമ്മുടെ ഖൽബിൽ അവരില്ലയോ? സുബ്ഹാനല്ലാഹ്, എത്രയെത്ര ആളുകളുണ്ട്. ഞാൻ ഓർമ്മിച്ചു പോകുകയാണ്. റസാഖ് സഖാഫി സദസ്സിലുണ്ടല്ലോ, സ്റ്റേറ്റ് ഓഫീസിലുണ്ടായ ഒരു അനുഭവത്തെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഷമീർ മുസ്ലിയാർ എന്ന കൊടുവള്ളിയിൽ നിന്ന് ഈ മഹത്തായ SSFന്റെ പ്രവർത്തന വഴിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ രോഗം ബാധിച്ചു മരിച്ചുപോയ കൂട്ടുകാരനാണ്. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റുഡന്റ് സെന്ററിലേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രവർത്തകൻ വരുന്നുണ്ട്. ആ പ്രവർത്തകന്റെ കയ്യിൽ 500 രൂപയുണ്ട്. ആ 500 രൂപ SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഏൽപ്പിക്കാനാണ് വന്നത്. റസാഖ് സഖാഫി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ആ സമയത്ത് സ്റ്റുഡന്റ് സെന്ററിൽ വന്നിട്ട് ഈ പ്രവർത്തകൻ അതാ 500 രൂപ SSFന്റെ സ്റ്റേറ്റ് നേതാക്കളെ ഏൽപ്പിക്കുമ്പോ പറഞ്ഞൊരു വാചകമുണ്ട്. ഇത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷമീർ എന്ന കൂട്ടുകാരൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എന്തിനാണ് ഏൽപ്പിച്ചതെന്നറിയോ? അതൊരു സംഭാവനയല്ല. ഞാൻ SSFന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് കമ്മിറ്റി പ്രിന്റ് ചെയ്ത് ഒരുപാട് പോസ്റ്ററുകൾ താഴേക്ക് തന്നിട്ടുണ്ട്. ഞാൻ സംഘടനാ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെയുള്ള പല പോസ്റ്ററും എന്റെ ഉത്തരവാദിത്വത്തിലും ഒട്ടിക്കേണ്ടതുണ്ടായിരുന്നു. ചിലതൊക്കെ ഒട്ടിക്കാതെ പോയിട്ടുണ്ടാകുമല്ലോ. അത് ഈ പ്രസ്ഥാനത്തിന്റെ പണം ചെലവഴിച്ചിട്ട് പ്രിന്റ് ചെയ്തതാണല്ലോ. അത് ഒട്ടിക്കാതെ പോയതിന് ഞാൻ കുറ്റക്കാരനായി പോയാൽ റബ്ബിന്റെ കോടതിയിൽ ഞാൻ കുടുങ്ങരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പതിക്കാൻ പറ്റാതെ പോയ പോസ്റ്ററിന് വേണ്ടി 500 രൂപ SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തടിച്ചിട്ട് ആ ഒരു ഉത്തരവാദിത്തം തീർക്കാൻ ആലോചന നടത്തി പിരിഞ്ഞുപോയ കൂട്ടുകാർ, സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ വെടിയിൽ കടഞ്ഞുപോയ ഒരുപക്ഷെ പലരും അറിയാത്ത പല പ്രവർത്തകരുടെയും ജീവിതത്തിന്റെ രീതിയാണിത്. നമ്മളും അവസാനിച്ചാൽ
നമ്മളും മയ്യിത്തായി കിടന്നാൽ നമ്മളും ആരാരുമില്ലാത്ത ആരുടെ മണ്ണിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ എന്ന് പിടിമണ്ണ് വാരിയിട്ടിട്ട് നമ്മുടെ കൂട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും ഒരുമിച്ചു പറഞ്ഞിട്ട് നമ്മൾ അവിടെ സ്വസ്ഥമായ വിശ്രമത്തിന് കിടത്തിയിട്ട് അവര് തിരിച്ചിങ്ങ് പോരുമ്പോൾ ആ ദിവസത്തെ ഒന്ന് റാഷിദ് ഓർമ്മിക്കേണ്ടതില്ലയോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതില്ലയോ? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പലരും പിരിഞ്ഞതിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്? പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സനാൻ പിരിഞ്ഞുപോയി. എന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ ഒരാരുമായി ആ മകൻ ഉണ്ടാകുമായിരുന്നു എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ റബ്ബിന്റെ തീരുമാനം നേരെ തിരിച്ചാണ്. നമ്മുടെ തീരുമാനമല്ല. റബ്ബ് നമുക്ക് നിശ്ചയിച്ചു വെച്ച സമയം ഏതാണെന്നറിയില്ല. ഏത് സമയമാണെങ്കിലും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയേ പറ്റൂ, അധ്വാനിച്ചേ പറ്റൂ. നമ്മുടെ സമയം അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യത്തിനു വേണ്ടി ചിലവഴിച്ചേ പറ്റൂ. അങ്ങനെ ചിലവഴിക്കാനുള്ള വഴിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. അങ്ങനെ നമ്മൾ ഇഖ്ലാസോടെ പ്രവർത്തിച്ചങ്ങ് പോയാലോ എല്ലാവരും കൂടെ നമ്മളെ ഖബറിൽ ഒറ്റക്കാക്കിയിട്ട് മൂടുകല്ലും വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മളിൽ നിന്ന് തിരിച്ചു പോരുമ്പോ കൂട്ടിനാള് വേണ്ടേ? ഈ നാസിന് വഴികൾ വേണ്ടേ? ആ വഴിയാണ് നമ്മളെ ഇഷ്ടം വെച്ച സഹപ്രവർത്തകരും ഈ പ്രസ്ഥാനത്തിന്റെ ആലിമീങ്ങളും സാദാത്യങ്ങളും ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഖുർആനിന്റെ പാരായണങ്ങളില്ലേ, ദിക്റിന്റെ വചനങ്ങൾ ഒരു വിടലില്ലേ? അത് നമുക്ക് ഒറ്റക്ക് ആരുടെ മണ്ണ് കിടക്കുമ്പോ കൂട്ടുകാരനായി നാസായി ലഭിക്കുന്നതാണ്. അതാണ് നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആകെ നമുക്ക് ലഭിക്കാനുള്ള ബാക്കിപത്രമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി അങ്ങനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിഷ്കളങ്ക മനസ്സും മഹബത്തുമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോ? ആലിമീങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇത് ചിന്തിച്ച് നമ്മൾ ഇനി ജീവിക്കണമെന്ന് എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടൊന്നാമത് രണ്ടാമത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ട് നാളെ ആഖിറത്തിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോ നമ്മുടെ സാദാത്യങ്ങളോടൊപ്പം ആലിമീങ്ങളോടൊപ്പം അയ്യൂബ് സഖാഫി മുന്നോട്ട് നടക്കണം, നമുക്കും പിന്നാലെ പോകണം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോ സമയം ചെലവഴിക്കുമ്പോ മനസ്സിലുള്ള ചിന്ത എന്താണ്? ആഗ്രഹം എന്താണ്? താജുൽ ഉലമയുടെ കൂടെ ചേരണം, സുൽത്താനുൽ ഉലമയുടെ കൂടെ ചേരണം, റയീസുൽ ഉലമയുടെ കൂടെ ചേരണം, നൂറുൽ ഉലമയുടെ കൂടെ ചേരണം, കൻസുൽ ഉലമയുടെ കൂടെ ചേരണം. അവർക്കെല്ലാം വഴി നടത്തിയിട്ടുള്ള അവരുടെ വൈജ്ഞാന വഴികളിലെ ശൈഖുമാരുണ്ട്, ഉസ്താദുൽ അസാതീദുണ്ട്, ബഹറുൽ ഉലൂമുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ദീർഘമായ പരമ്പരയുണ്ട്. ആ പരമ്പരയുടെ കണ്ണി ഇങ്ങേ അറ്റത്തിൽ നിന്ന് നമ്മൾ പിടിച്ചിട്ട് പാരത്രികമായ ലോകത്ത് റബ്ബിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗീയ ലോകത്തേക്ക് അവൻ നമ്മളെ പ്രവേശിപ്പിച്ചാൽ SSFന് വേണ്ടി പ്രവർത്തിച്ച കാരണം കൊണ്ട്, SYSന് വേണ്ടി പ്രവർത്തിച്ച കാരണം കൊണ്ട്, മുസ്ലിം ജമാഅത്തിനു വേണ്ടി പ്രവർത്തിച്ച കാരണം കൊണ്ട്, ദീനിയായ ഖുദ്മത്തുകൾ ചെയ്തതിന്റെ കാരണം കൊണ്ട് ഈ മഹത്തുക്കളെ പിന്നാലെ ലോകത്തിന്റെ മുഴുവനും നേതാവായ സ്വർഗീയ ലോകം ഉദ്ഘാടനം ചെയ്യുന്ന മഖാമും മഹ്മൂദ് എന്ന ഉന്നതമായ സ്ഥാനമുള്ള ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്തഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ജീവാറിൽ ഒന്നണയണം. ഇതല്ലേ നമ്മളുടെ ആഗ്രഹം. സ്വഹാബാക്കൾ ഹയാത്ത് കാലത്ത് അവിടുത്തെ സവിധത്തിൽ അടഞ്ഞു. താബഈങ്ങൾ മുത്തുനബിയുടെ ഹദറത്തിൽ കൂടിയവരെ നേരിട്ട് കൈപിടിച്ചു. അവരെ കണ്ടവർ എന്നാൽ എത്രയോ ഇപ്പുറത്തുള്ള ആഖിർ സമാനിൽ ജീവിക്കുന്ന നമുക്ക് ദുനിയാവിൽ അവിടുത്തെ തിരുഹദറത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടിയില്ലെങ്കിലും അവിടുത്തെ നമ്മൾ വിശ്വസിച്ചു. അവിടുന്ന് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീന്, ആ ദീന് വളർച്ചയിലെത്തണം. സുന്നത്ത് ജമാഅത്ത് തളർന്നുകൂടാ എന്ന് തീരുമാനിച്ച് മുത്തുനബിയോട് ഇഷ്ടം കാണിച്ച് ആവുന്ന ഖിദ്മത്തുകളൊക്കെ ചെയ്തിട്ട് എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ എന്റെ അലിമീങ്ങളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവാറിലടയാൻ അത് കൊതിച്ചിട്ടല്ലേ നമ്മൾ ഈ വഴിയിൽ നിൽക്കുന്നത്. അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക്, ഒന്നും കയ്യിലില്ലാത്ത ഞങ്ങൾക്ക്, ഹറാമുകൾ പലതും ചെയ്തു പോയ ഞങ്ങൾക്ക് നീ നിന്റെ ഔദാര്യം കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവാറിൽ അടയാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവാറിൽ വെച്ച് ഇനി അയ്യൂബ് സഖാഫിയെയും അതുപോലെ ഞങ്ങളിൽ നിന്ന് നേരത്തെ പിരിഞ്ഞുപോയ പലരുമുണ്ട്. അവരെയൊന്നും ദുനിയാവിൽ വെച്ച് ഇനി നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് അവസരമില്ല. ഞങ്ങൾക്ക് അവസരം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവാറിൽ സ്വർഗീയ ലോകത്ത് വെച്ച് കാണാനും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കാനും റബ്ബാകുന്ന നീ തന്നെ നിന്റെ വിശാലമായ ഔദാര്യം കൊണ്ട്, നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട്, നിന്റെ വിശാലമായ ഫദ്ല് കൊണ്ട്, നിന്റെ വിശാലമായ അഫ്വ് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിനി ഇവിടെ ജീവിക്കുകയാണ്. ഇനി ജീവിക്കുന്ന കാലമത്രയും ഇഖ്ലാസോടെ തഖ്വയോടെ നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്ത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചു അവിടുത്തെ മദ്ഹ് പാടിയും പറഞ്ഞു. അങ്ങനെ അങ്ങ് ജീവിച്ച് ഞങ്ങളായി സംഗതിയിരുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ ബേജാറിലാണ്. ഞങ്ങൾ അവസാന സമയത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അയ്യൂബ് സഖാഫിക്കന് ദുനിയാവിന്റെ അസ്വസ്ഥതകളില്ല, പിശാചിനെ പഴപ്പിക്കലില്ല. ഞങ്ങളിനിയും ഇവിടെ ഹയാത്തിലാണ്, നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് നൽകണേ റഹ്മാൻ. പൈശാചികമായ ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും ഒന്ന് സംരക്ഷിച്ച് നിന്റെ ഹിഫ്ദ് നൽകി നല്ല നല്ല സ്വാലിഹീങ്ങളെ ജീവിതം, നല്ല ആബിദീങ്ങളെ ജീവിതം, നല്ല ആലിമീങ്ങളെ ജീവിതം, നല്ല ദീനിന്റെ ഖാദിമുകളെ ജീവിതം ഞങ്ങൾക്ക് ഓശാരമായി നൽകി ഞങ്ങളെ നീ കബൂലാക്കി തരണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.